ഇന്നലെ മുംബൈയിൽ ലോക്കൽ ട്രെയിനിൽ സബർബൻ ട്രെയിനിൽ യാത്ര ചെയ്ത 5 പേർ ട്രെയിനിൽ നിന്ന് വീണ് മരിക്കുന്നു. എങ്ങനെയാണ് ട്രെയിനിൽ നിന്ന് വീണ് മരിക്കുന്നു എന്നുള്ളത് മനോരമ വളരെ വിശദമായി അവരുടെ 4-ാം പേജിൽ നന്നായി നൽകിയിട്ടുണ്ട് എന്ന് വേണം കാണാൻ. 6-ാം പേജിൽ നന്നായി നൽകിയിട്ടുണ്ട്. അതിൻ്റെ കാരണം ഇങ്ങനെയാണ്. സബർബൻ ട്രെയിനുകൾ നമുക്കറിയാം വളരെ തിരക്കേറിയതാണ്. മുംബൈ നഗരത്തിൽ വളരെ തിരക്കേറിയ നഗരത്തിലൂടെ കടന്നു പോകുമ്പോൾ, പാളത്തിലൂടെ കടന്നു പോകുമ്പോൾ 2 ട്രെയിനുകൾ തമ്മിൽ കടന്നു പോകുമ്പോൾ യാത്രക്കാർ വാതിലിന് പുറത്തേക്ക് നിൽക്കുമ്പോൾ അവരുടെ ബാഗുകൾ പരസ്പരം ഉരസി പാളത്തിലേക്ക് വീണാണ് മരണം. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്, ഇത് ആരുടെ കുഴപ്പമാണ്? റെയിൽവേയുടെ കുഴപ്പമാണോ, യാത്രക്കാരുടെ കുഴപ്പമാണോ, മറ്റാരുടെയെങ്കിലും കുഴപ്പമാണോ എന്നുള്ളത് കൊണ്ട് അറിയില്ല. പക്ഷേ എന്തായാലും മുംബൈയിലായതുകൊണ്ട് അത് വലിയ വാർത്തയായില്ല. മനോരമ 6-ാം പേജിൽ നൽകിയിട്ടുണ്ട്, സുപ്രഭാതം 1-ാം പേജിൽ നൽകിയിട്ടുണ്ട്. അങ്ങനെ പക്ഷേ ഇംഗ്ലീഷ് പത്രങ്ങൾ, ഹിന്ദു ദിനപത്രത്തിൻ്റെ 1-ാം പേജിലെ പ്രധാനപ്പെട്ട വാർത്തയാണത്. ഹിന്ദു ദിനപത്രം ഏറ്റവും ടോപ്പ് വാർത്തയായി നൽകിയിട്ടുള്ളത്. കാരണം റെയിൽവേ പോലൊരു വലിയ സംവിധാനത്തിന് എന്തുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഒരു ഇടപെടൽ നടത്താൻ കഴിയുന്നില്ല, യാത്രക്കാരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഇത്തരത്തിൽ വളരെ ഇടുങ്ങിയ പാതയിലൂടെ റെയിൽപാളം എങ്ങനെ ഉണ്ടായി എന്നുള്ള വലിയ ചോദ്യമാണ് അതൊക്കെ. കാരണം ഇത് കാലാകാലങ്ങളായി ഉള്ളതാണ്. ഒരു ദിവസം ഉണ്ടായ അപകടമല്ല, ദിനംപ്രതി ഉണ്ടാകുന്നതാണ്. പക്ഷേ മനുഷ്യൻ മരിച്ചു വീഴുകയാണ്. രാവിലെ വീട്ടിൽ നിന്നിറങ്ങി ഓഫീസിലേക്ക് പോകുന്നവർ റെയിൽപാളത്തിൽ മരിച്ചു വീഴുന്നു എന്നുള്ള വാർത്തയെ ഒരുപക്ഷെ മലയാള പത്രങ്ങൾ 1-ാം പേജിൽ ആ അർത്ഥത്തിൽ നൽകിയിട്ടില്ല എന്ന് വേണം കാണാൻ. അതാണ് നമുക്ക് വിമർശനമായി പറയാനുള്ളത്.